Download now. CC Learning app. നമസ്കാരം, CC ബാങ്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് CSEBയുടെ GK പാർട്ടിൽ നിർബന്ധമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 5 ഇയർ പ്ലാൻ അല്ലെങ്കിൽ പഞ്ചവത്സര പദ്ധതികൾ. നമുക്കറിയാം CSEBയുടെ GKയിൽ 10 ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നത്. അതിൽ തന്നെ എന്ത് പഠിക്കണം എന്ത് പഠിക്കണ്ട എന്നുള്ളത് കുട്ടികളുടെ സ്ഥിരമായിട്ടുള്ള സംശയമാണ്. GK ഒരുപാട് പഠിക്കാനുണ്ട്, 10 മാർക്കുള്ള. എന്നാൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ വെച്ച് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കി തന്നെ എന്ത് ചെയ്യുക, ടോപ്പിക്ക് സെലക്ട് ചെയ്യുക, അത് വെച്ച് പഠിക്കുക. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുക. എന്നാൽ GK ഉപേക്ഷിക്കാൻ പാടുണ്ടോ? ഉപേക്ഷിക്കാൻ പാടില്ല. ഇതിന് മുന്നേ ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ക്ലാസ് എടുത്തു. ഇതുപോലെ തന്നെ എക്കണോമിക്സിലെ 5 ഇയർ പ്ലാൻ എന്ന് പറയുന്ന ഒരൊറ്റ ടോപ്പിക്ക്, പക്ഷേ ആ ഭാഗത്ത് നിന്ന് എന്ത് ചോദ്യം വന്നാലും ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഉറപ്പ്. വളരെ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് ചോദ്യം ചോദിക്കാറുള്ളൂ, ഫാക്ച്വൽ ആയിട്ടുള്ള ചോദ്യങ്ങളെ ചോദിക്കാറുള്ളൂ. ഫോർ എക്സാമ്പിൾ, അതിനു മുന്നേ CCയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ ഡൗൺലോഡ് ചെയ്യുക. ഫ്രീ ക്വസ്റ്റ്യൻസ്, കറണ്ട് അഫേഴ്സ്, കുറേ ഫ്രീ മെറ്റീരിയൽസ് CCയുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അതിനപ്പുറം എന്തുണ്ട്, CSEBയുടെ ഞങ്ങളുടെ കോഴ്സ് അവൈലബിൾ ആണ്. ഞങ്ങളുടെ റിസൾട്ട് തന്നെയാണ് അതിനുള്ള തെളിവ്. CSEBയിലെ പരീക്ഷ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി മാർക്കിനെ മനസ്സിലാക്കി ഒരു എക്സ്പേർട്ട് ലെവലുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് അവിടെ കിട്ടുക. മെൻറ്റേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. എങ്ങനെ പഠിക്കണം എന്ത് പഠിക്കണം എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ എൻ്റെ ചോദ്യങ്ങൾ കണ്ടു നോക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. പഞ്ചവത്സര പദ്ധതികൾ അല്ലെങ്കിൽ 5 ഇയർ പ്ലാൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന്, പാഠഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. മഹൽനോബിസ് എന്ന് പറയുന്ന മോഡൽ പഞ്ചവത്സര പദ്ധതികളാണേ, 5 കൊല്ലം കൂടുമ്പോൾ വരുന്നതാണേ. അങ്ങനത്തെ 12 പദ്ധതികൾ എവിടെ ഉണ്ടായിരുന്നു? ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. 2015 വരെ 2015 വരെ 12 പദ്ധതികൾ ഉണ്ടായിരുന്നു 5 കൊല്ലമായിട്ട്. ചില പദ്ധതികൾക്ക് ചില പ്രത്യേകതകളുണ്ട്. അതിലൊരു പദ്ധതിക്ക് മഹൽനോബിസ് മോഡൽ എന്ന് വിളിച്ചിരുന്നു നമ്മൾ. ആ പദ്ധതി ഏതാണെന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ, കൂടുതൽ ഡെപ്തിലേക്കൊന്നുമില്ല. ഇതിന്റെ ആൻസർ വന്നിട്ട് സെക്കൻഡ് 5 ഇയർ പ്ലാൻ ആണ്. പക്ഷേ ആ ആൻസറിലേക്ക് എത്തണമെങ്കിൽ ബാക്കി മോഡലുകളും ബാക്കി 5 ഇയർ പ്ലാനുകളും പഠിച്ചല്ലേ പറ്റുള്ളൂ. അത് പറഞ്ഞു തരാമെന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അടുത്ത ക്വസ്റ്റ്യൻ, ദ 5 ഇയർ പ്ലാൻ സിസ്റ്റം വാസ് ഒഫീഷ്യലി അബോളിഷ്ഡ് ഇൻ 2015. 2015 അത് വേണ്ട എന്ന് വെച്ചു, 5 ഇയർ പ്ലാൻ വേണ്ട എന്ന് വെച്ചു. അങ്ങനെ ഇരിക്കെ ആ വേണ്ട എന്ന് വച്ച് അതിനുശേഷം ഈ 5 ഇയർ പ്ലാൻ എന്ന് പറയുന്ന സിസ്റ്റത്തിനെ പ്ലാനിംഗ് കമ്മീഷൻ, ആസൂത്രണ കമ്മീഷൻ, പ്ലാനിംഗ് കമ്മീഷൻ കൊണ്ടുവന്ന ഈ പഞ്ചവത്സര പദ്ധതികളെ മോഡി ഗവൺമെന്റ് വന്നപ്പോൾ എന്ത് ചെയ്തു? ആ പദ്ധതികളൊക്കെ വേണ്ട എന്ന് വെച്ച് പുതിയൊരു ആളെ അവിടെ കൊണ്ടുവന്ന് എന്ത് ചെയ്തു? അവര് എസ്റ്റാബ്ലിഷ് ചെയ്തു, പുതിയൊരാളെ ഇറക്കി. ആരാണ് അയാള്? അയാള് നീതി ആയോഗാണ്. അയാള് നീതി ആയോഗ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ആസൂത്രണ കമ്മീഷനെ വേണ്ട എന്ന് വെച്ചു. ഇത്യാദി കാര്യങ്ങളാണ് പൊതുവെ ചോദിക്കാറ്. നമുക്ക് എല്ലാം ഇവിടെ കാണാം. ആൻസർ A ആണ്. ഇനി കണ്ടോളൂ, ഫസ്റ്റ് 5 ഇയർ പ്ലാൻ, ഒന്നാം പഞ്ചവത്സര പദ്ധതി. അവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാ? ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഓർഡറിൽ പഠിച്ചാൽ മറക്കോ? അതായത് ഒരു CSEB പഠിക്കാനിരിക്കുന്ന, ഏതൊരു കോമ്പറ്റേറ്റീവ് പരീക്ഷ പഠിക്കാനിരിക്കുന്ന കുട്ടിയുടെ സംശയം എന്താ? സാർ ഞാൻ എന്ത് പഠിക്കും? അതായത് ഇതിങ്ങനെ ചവറ് കണക്കിന് കിടക്കുക. ഒരു ഗൈഡിൽ ഇത്ര ഉണ്ടെങ്കിൽ ഒരു ഗൈഡിൽ കുറച്ചുകൂടെ കൂടുതലുണ്ടാവും. ചില ഗൈഡിൽ ഒന്നും ഉണ്ടാവില്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ആൻസർ കീ നോക്കാൻ പോയാൽ അതിൽ കുറച്ചേ ഉണ്ടാവുള്ളൂ. എങ്ങനെ പഠിക്കും? സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാം. നമുക്ക് ഒരു 5 ഇയർ പ്ലാൻ പഠിക്കാൻ നേരത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം? ആരാണ്, ഏത് മന്ത്രിസഭ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഏത് പ്രൈം മിനിസ്റ്റർ ഇരിക്കുമ്പോഴാണ് ആ 5 ഇയർ പ്ലാൻ വന്നത്? ആരാണ് ആ 5 ഇയർ പ്ലാനിന്റെ ഏത് ഇയറിലാണ് 5 ഇയർ പ്ലാൻ വന്നത്? ഏത് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ആ സമയത്ത്? അതിന്റെ മോഡലിന് എന്തെങ്കിലും പേരുണ്ടോ? എന്തൊക്കെ പ്രത്യേകതകളാണ് ഉള്ളത്? ഈ പറയുന്ന 1, 2, 3, 4 ഈ 4 പോയിന്റുകൾ മാത്രം പഠിച്ചാൽ മതി ഒരു പഞ്ചവത്സര പദ്ധതി പഠിക്കാതിരിക്കുമ്പോൾ. ഓക്കെ, ഇതിൽ തന്നെ ഞാൻ ഈ മഞ്ഞയിൽ കൊടുത്തിട്ടുള്ള ഫീച്ചേഴ്സ് ഇല്ലേ, അതായിരിക്കും ചോദിക്കുക. ഓക്കെ, സോ CSEBക്ക് പഠിക്കാനിരിക്കുന്ന ഒരു കുട്ടി 5 ഇയർ പ്ലാനിൽ നിന്ന് ഇത്രയും പഠിച്ചാൽ മതി, ഇതേ ചോദിക്കൂ. അതാണ് എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഉറപ്പ്. ഇനി അതിന്റെ മുകളിൽ ചോദിച്ചാൽ എന്താ? അത് ആർക്കും ചെയ്യാൻ പറ്റില്ല. കാര്യം CSEB കുട്ടികൾ പൊതുവെ പഠിക്കുന്നതല്ല. ഇതൊരു കോമ്പറ്റേറ്റീവ് പരീക്ഷയല്ലേ. ഒരു കോമ്പറ്റേറ്റീവ് പരീക്ഷയിൽ പൊതുവെ എല്ലാവരും പഠിക്കാൻ നമ്മൾ പഠിച്ചിരിക്കണം. ഉറപ്പായിട്ടും ഒരു പടി മുകളിലും പഠിച്ചിരിക്കണം. അതിന് വേണ്ട സ്ട്രക്ചറാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. എല്ലാ 5 ഇയർ പ്ലാനും 12 5 ഇയർ പ്ലാനും ഞാൻ ഇങ്ങനെ സ്ട്രക്ചറാക്കി നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പഠിക്കുക, വേറൊന്നും ചെയ്യണ്ട. ഫസ്റ്റ് 5 ഇയർ പ്ലാനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് 5 ഇയർ പ്ലാനിൽ എന്താ സംഭവിച്ചത്?
ഫസ്റ്റ് 5 ഇയർ പ്ലാൻ എന്താ സംഭവിച്ചത്? ജവഹർലാൽ നെഹ്റു ആണ് ആ 5 ഇയർ പ്ലാനുമായിട്ട് മുന്നോട്ട് വന്നത്. 5 ഇയർ പ്ലാനായിട്ട് മുന്നോട്ട് വന്നത്. 1951 5 ഇയർ പ്ലാൻ തുടങ്ങുന്നത്. ഹറോൾഡ് ഡോമർ മോഡൽ എന്നാണ് 5 ഇയർ പ്ലാനെ വിളിച്ചുകൊണ്ടിരുന്നത്. കൃഷിയായിരുന്നു അവിടുത്തെ മേജർ ഫോക്കസ്. അവർ ഫോക്കസ് ചെയ്തത്, അവർ മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചത് കൃഷി എന്ന് പറയുന്ന ഏരിയയിലാണ്. പട്ടിണിയും ദാരിദ്ര്യവുമായിട്ടാണ് 1947 നമുക്ക് എന്ത് കിട്ടുന്നത്? സ്വാതന്ത്ര്യം കിട്ടുന്നത് ഇന്ത്യക്ക്. ആ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് എന്തായിരുന്നു? ആദ്യം കൃഷി ഒന്ന് ലെവലാക്കി വെക്കുക. ആ കൃഷിക്ക് വേണ്ട ഇറിഗേഷൻ, വെള്ളം, ജലം, അതിന് വേണ്ട ഇലക്ട്രിസിറ്റി, ഇതെല്ലാം കൊടുക്കുക. അതായിരുന്നു ആദ്യത്തെ ഫോക്കസ്. സോ ഒന്നാം പഞ്ചവത്സര പദ്ധതി കൃഷി. ജവഹർലാൽ നെഹ്റു 1951 മുതലുള്ള 5 വർഷം, 51 to 56. ഓക്കെ, അടുത്തത് രണ്ടാമത്തെ 5 ഇയർ പ്ലാൻ. വീണ്ടും ജവഹർലാൽ നെഹ്റു 56 മുതൽ 61 വരെ PC മഹൽനോബിസ് മോഡൽ. ഇവിടെ കൃഷിയിൽ നിന്ന് മാറി ഇൻഡസ്ട്രിയിലേക്ക് പോയി, വ്യവസായത്തിലേക്ക് പോയി. ആദ്യം കൃഷി, രണ്ടാമത് വ്യവസായം. ഓക്കെ, ആദ്യം കൃഷി, രണ്ടാമത് വ്യവസായം. ഇനി മുകളിൽ കൃഷി മാത്രമല്ല കേട്ടോ, ഖാദി വില്ലേജ് ബോർഡ് വന്നു, 5 IITകൾ സ്ഥാപിക്കപ്പെട്ടു. ഇനി ഈ ജലത്തിന് വേണ്ടിയിട്ടും ഇലക്ട്രിസിറ്റിക്ക് വേണ്ടിയിട്ടും ദാമോദർ റിവർ വാലി പ്രോജക്ട്, ബക്രാനങ്കൽ പ്രോജക്ട്, ഇങ്ങനത്തെ പ്രൊജക്ടുകളും വന്നു ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയിൽ. രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയിൽ എന്തായി? സ്റ്റീൽ പ്ലാന്റുകൾ വന്നു, വ്യവസായ മേഖല വന്നു. റോർക്കെല ആരുടെ സഹായത്തോടുകൂടി? ജർമ്മനിയുടെ സഹായത്തോടുകൂടി. ഭിലായി USSRന്റെ സഹായത്തോടുകൂടി, റഷ്യയുടെ സഹായത്തോടുകൂടി. ദുർഗാപൂർ UKയുടെ സഹായത്തോടുകൂടി, യുണൈറ്റഡ് കിങ്ഡം ഇംഗ്ലണ്ടിന്റെ സഹായത്തോടുകൂടി. ഇങ്ങനെ 2 5 ഇയർ പ്ലാനിൽ വരേണ്ട കാര്യങ്ങൾ. ഒന്നാമത്തെ 5 ഇയർ പ്ലാനിൽ കൃഷി, രണ്ടാമത്തെ 5 ഇയർ പ്ലാനിൽ വ്യവസായം. ഇനി മൂന്നാമത്തെ 5 ഇയർ പ്ലാനായപ്പോൾ എന്ത് സംഭവിച്ചു? മൂന്നാമത്തെ 5 ഇയർ പ്ലാനായി പറഞ്ഞു കൃഷിയുണ്ട്, വ്യവസായമുണ്ട്, പക്ഷെ നമ്മൾ വിചാരിക്കുന്ന കൃഷി നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ വന്നു ഏത്? ഹരിത വിപ്ലവം അല്ലെങ്കിൽ ഗ്രീൻ റവല്യൂഷൻ. സോ ഒന്നാമത്തെ 5 ഇയർ പ്ലാനിൽ ചോദിക്കാൻ പോകുന്നത് കൃഷിയാണെങ്കിൽ, രണ്ടാമത്തെ 5 ഇയർ പ്ലാനിൽ ചോദിക്കാൻ പോകുന്നത് വ്യവസായമാണെങ്കിൽ, മൂന്നാമത്തെ 5 ഇയർ പ്ലാനിൽ ചോദിക്കാൻ പോകുന്നത് എന്ത് തന്നെയാ? ഗ്രീൻ റവല്യൂഷൻ തന്നെയാ ചോദിക്കാൻ പോകുന്നത്. ഓക്കെ, സോ മൂന്നാമത്തെ 5 ഇയർ പ്ലാൻ 1961 മുതൽ 66 വരെ ജവഹർലാൽ നെഹ്റു. അതിന്റെ പുറകിൽ ഉണ്ടായിരുന്ന യോജന ഗാഡ്ഗിൽ യോജന. അതിന്റെ പുറകിൽ ഉണ്ടായിരുന്ന കരങ്ങൾ ആരുടെയൊക്കെയാ? ചക്രവർത്തിയും ജോൺ സാൻഡിയും. ഓക്കെ, അവിടെ വേറെ എന്ത് വന്നു? സെൽഫ് റിലയൻസ്, സ്വയം പര്യാപ്തത. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അമേരിക്കനെ കണ്ടിട്ടോ, റഷ്യനെ കണ്ടിട്ടോ, ജർമ്മനിനെ കണ്ടിട്ടോ, UK കണ്ടിട്ടോ അല്ല ജീവിക്കുന്നത്. സ്വയം പര്യാപ്തമായ ഒരു രാജ്യം വേണമെന്നുണ്ടെങ്കിൽ ഹരിത വിപ്ലവം പോലെയുള്ള വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം. അതാണ് മൂന്നാമത്തെ 5 ഇയർ പ്ലാനിൽ ഇന്ത്യ എടുത്ത തീരുമാനം. സോ 3 5 ഇയർ പ്ലാനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് മൊത്തം ഞാൻ പറഞ്ഞു. ഇനി നോക്കാൻ പോകുന്നത് അടുത്ത ഘട്ടമായിട്ട് ചെയ്തത് എന്താ? അടുത്ത ഘട്ടമായിട്ട് 1966 മുതൽ 69 വരെയുള്ള സമയം, 1966 മുതൽ 69 വരെയുള്ള സമയത്ത് പിന്നീട് സംഭവിക്കുന്ന 5 ഇയർ പ്ലാൻ അല്ല. അവിടെ 5 ഇയർ പ്ലാൻ വരുന്നില്ല. പകരം 5 ഇയർ പ്ലാൻ വരാതിരിക്കാൻ വേണ്ടി അവിടെ വാറുകൾ, യുദ്ധം നടക്കുന്നു. ചൈനയായിട്ടും പാകിസ്ഥാനായിട്ടും യുദ്ധം നടക്കുന്നു. സോ 5 ഇയർ പ്ലാൻ അവിടെ വരാൻ പറ്റുന്നില്ല. 5 ഇയർ പ്ലാൻ വേണ്ടാന്ന് വെക്കുന്നു. പ്ലാൻ ഹോളിഡേ, അവിടെ ഹോളിഡേ. 5 ഇയർ പ്ലാൻ ഇല്ല. ഇന്ത്യൻ രൂപയുടെ വില ഇടിഞ്ഞു. 5 ഇയർ പ്ലാൻ ഇല്ല. അതുകൊണ്ട് ചോദിക്കാനുള്ള സാധ്യത അവിടുന്ന് കുറവാണ്. ഇനി 4th 5 ഇയർ പ്ലാനിൽ എന്ത് സംഭവിച്ചു? 1969 74 ഇടയിൽ ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന വലിയ മനുഷ്യൻ മരണപ്പെട്ടു. അവിടെ അദ്ദേഹത്തിന് മകളായിട്ടുള്ള ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്ററായി വന്നു. ഇന്ദിരാഗാന്ധി വന്നപ്പോൾ എന്താ? പുള്ളിക്കാരി നേരെ വരുന്നു, ഗ്രോത്തിനും വളർച്ചയ്ക്കും സ്ഥിരതയ്ക്കും സ്റ്റെബിലിറ്റിക്കും വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകൾ എടുക്കുന്നു. 14 ബാങ്കുകളെ നാഷണലൈസ് ചെയ്യുന്നു, ദേശവൽക്കരിക്കുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്ദിരാഗാന്ധി ചെയ്തത്. ഇന്ദിരാഗാന്ധിക്ക് അതിനുശേഷം അടുത്ത 5ാമത്തെ 5 ഇയർ പ്ലാൻ ആയപ്പോൾ തോന്നി, 74 മുതൽ 78 വരെയുള്ള 5 ഇയർ പ്ലാൻ ആയപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് തോന്നി പോരാ, പോവർട്ടിയാണ് പ്രശ്നം, പട്ടിണിയാണ് ഇവിടുത്തെ പ്രശ്നം. അവിടെ വരുന്നു ക്യാമ്പയിൻ ഗരീബി ഹട്ടാവോ. ഏറ്റവും ഇമ്പോർട്ടൻ്റാ, ഇതുവരെ പറഞ്ഞതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഗരീബി ഹട്ടാവോ എന്ന് പറയുന്ന ഈ മിഷൻ. ഓക്കെ, സോ ഗരീബി ഹട്ടാവോ. നേരത്തെ നമ്മൾ അഗ്രികൾച്ചർ എന്നും ഫസ്റ്റ് 5 ഇയർ പ്ലാനിൽ കൃഷി എന്ന് പറഞ്ഞതുപോലെ, സെക്കൻഡ് 5 ഇയർ പ്ലാനിൽ വ്യവസായം എന്ന് പറഞ്ഞതുപോലെ, തേർഡ് 5 ഇയർ പ്ലാനിൽ ഗ്രീൻ റവല്യൂഷൻ എന്ന് പറഞ്ഞ ഹരിത വിപ്ലവം എന്ന് പറഞ്ഞതുപോലെ തന്നെ 5th 5 ഇയർ പ്ലാനിൽ നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കുക ഗരീബി ഹട്ടാവോ. ഈ ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. 5 5 ഇയർ പ്ലാനിൻ്റെ A to Z കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു. ഇനിയും ഉണ്ട് കുറേ 5 ഇയർ പ്ലാൻ. പഠിക്കാൻ താല്പര്യമുണ്ടോ? കമൻറ്റ് ചെയ്യുക. ഇനിയും ഇതുപോലെ തന്നെ വീഡിയോയുമായിട്ട് ഞാൻ വരാം. എപ്പോൾ? നിങ്ങൾ കമൻറ്റ് ചെയ്താൽ. കമൻറ്റ് ചെയ്തില്ലേ നിങ്ങൾക്ക് ഇതെല്ലാം അറിയാമെന്നല്ല നമ്മൾ വിചാരിക്കുക. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനിയും വീഡിയോ വേണമെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. ഫുൾ ഓൺ ഇത്രയും ഇപ്പം 5 5 ഇയർ പ്ലാൻ ഞാൻ പറഞ്ഞു, കാര്യകാരണം സഹിതം പറഞ്ഞു.
ഇവിടെ അശോക് രുദ്ര മേനോൻ, DP ധാർ, ഇവർ രണ്ടുപേരുടെ കരങ്ങളാണ് ഈ പറയുന്ന മോഡലിൽ ഉണ്ടായിരുന്നത്, 5 ഇയർ പ്ലാനിൽ ഉണ്ടായിരുന്നത്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു. ഇതുപോലെ 6ാമത്തെ 7ാമത്തെ 8ാമത്തെ 9ാമത്തെ 10, 11, 12 5 ഇയർ പ്ലാനെ പറ്റിയിട്ടും നീതി ആയോഗിനെ പറ്റിയിട്ടും പഠിക്കണമെങ്കിൽ കമന്റ് ചെയ്യൂ. ഇനിയും ഇതുപോലെയുള്ള ഫ്രീ വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നുണ്ടാവും. ഇനി ഇതുപോലെ പരീക്ഷയ്ക്ക് പഠിക്കണ്ടേ, ഇതിപ്പോൾ ഒരു ചാപ്റ്ററേ ആയുള്ളൂ, ജനറൽ ആയിട്ടുള്ള ചാപ്റ്ററാണ്. GK എന്ന് പറയുന്ന ചാപ്റ്ററാണ്, ഒരു ചാപ്റ്ററേ ആയുള്ളൂ, 5 ഇയർ പ്ലാനേ ആയുള്ളൂ. ഇതിനു മുന്നേ ഞാൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏകദേശം രൂപം തന്നു. ഇത്രയും പഠിച്ചാൽ മതിയോ? ഇല്ല. ഇതുപോലെ A to Z പരീക്ഷകൾക്കും പഠിക്കണം. E to Z ടോപ്പിക്സും ഈ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കണ്ടേ? പഠിക്കണം. CSEBയുടെ റിസൾട്ട് ഞാൻ മുന്നേ കാണിച്ചതാ. റിസൾട്ട് ഇല്ലാതെ അല്ല ഞാൻ സംസാരിക്കുന്നത്, റിസൾട്ടോട് കൂടി എക്സ്പേർട്ട് മെന്റേഴ്സ്, CSEB എന്ന് പറയുന്ന ഏരിയയിൽ ഐഡിയ ഉള്ള എക്സ്പേർട്ട് മെന്റേഴ്സിന്റെ കൂടെ CSEBയുടെ ടോപ്പിക്സ് ഓരോന്നും അറിയാവുന്ന ടീച്ചർമാർ പഠിപ്പിച്ച ക്ലാസ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ലൈവ് ക്ലാസ്, മെന്റർ സപ്പോർട്ട്, ക്വസ്റ്റ്യൻസ്, മോക്ക് ടെസ്റ്റുകൾ, ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു കോഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. എക്സാമിന്റെ ബാച്ച് ലൈവ് ആണ്. മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക, എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഭാഗമാവുക. നമുക്ക് എല്ലാവർക്കും കോഴ്സിൽ വെച്ച് കാണാം. ഇതുപോലെ ഓരോ ടോപ്പിക്കും ഡീകോഡ് ചെയ്ത് തന്നെ പഠിക്കാം. എല്ലാവർക്കും എൻ്റെ ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.